PV അൻവർ ബേപ്പൂർ മണ്ഡലത്തിലെത്തി. അവിടെ അവിടെ മന്ത്രിയായ അവിടുത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയെ വിമർശിച്ചിരിക്കുന്നു. അവിടുത്തെ ബേപ്പൂർ MLA മുഹമ്മദ് റിയാസിനെ വിമർശിച്ചിരിക്കുന്നു. എന്താണ് PV അൻവർ പറഞ്ഞതെന്ന് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞാണല്ലോ. കാരണം നമ്മളൊരു പറയുന്ന രാഷ്ട്രീയം കേരളത്തിന് അനുകൂലമായ ഈ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ കേരളം അനുകൂലമായി ചിന്തിക്കുന്നു എന്ന വസ്തുതയെ പറഞ്ഞു. തൊഴിലാളികളുടെ പേര് കേൾക്കുന്നില്ല ഈ മലബാറിൽ. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അവിടെ എന്ത് ചെയ്തു എന്ന് മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട്. കുറെ ലൈറ്റ് ഇട്ടും കുറെ പാട്ടുത്സവം നടത്തുകയല്ല വികസനം. അത് വേണം അതിന്റെ ഭാഗമനുസരിച്ച്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്ന് അദ്ദേഹം പറയണം. അത് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിയുന്നില്ല. പാട്ടും ഡാൻസും നടത്തി റീലുകൾ ഇറക്കി അതിന്റെ പേരിൽ ടൂറിസത്തിന്റെ 10, 4, 5 കോടി രൂപ പണമുണ്ടാക്കുന്നതിന് ഏർപ്പാടാക്കി പാലത്തിന് പെയിന്റ് അടിച്ച് നടന്നാൽ അത് കേരളത്തിലെയും ബേപ്പൂരിലെയും ജനങ്ങളെ പറ്റിക്കാം എന്ന് മുഹമ്മദ് റിയാസോ അമ്മായിയപ്പനും കരുതുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ജനം തീരുമാനിക്കും. തോമസ്, ബേപ്പൂരിൽ ഇറങ്ങി PV അൻവർ മുഹമ്മദ് റിയാസിനെതിരെ ആഞ്ഞടിച്ചു തുടങ്ങിയോ? അനുകുമാർ, അതായത് ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആരാണെന്ന് UDF ഇതുവരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ബേപ്പൂരിൽ അൻവർ തന്നെയാണെന്ന് UDF തീരുമാനിച്ചിട്ടുണ്ട്. അൻവറിനോട് ബേപ്പൂരിൽ സജീവമാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ബേപ്പൂർ കേന്ദ്രീകരിച്ച് അൻവർ പ്രചാരണം പോലും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെയുള്ള UDFന്റെ പ്രത്യേകിച്ച് ലീഗിലെയും കോൺഗ്രസിന്റെ ഒക്കെ തന്നെ നേതാക്കളെ നേരിട്ട് കൊണ്ടോ വീടുകൾ സന്ദർശിച്ചു, പാർട്ടി ഓഫീസിൽ പോയി. ഇന്നലെയാണെങ്കിൽ ബേപ്പൂർ പുലിമുട്ടിൽ പോയി കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു റീലും കൂടി അദ്ദേഹം PV അൻവർ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ സിറ്റിംഗ് MLA മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ അദ്ദേഹം കടന്നാക്രമിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് എന്ത് വികസനമാണ് ബേപ്പൂരിൽ ഉണ്ടാക്കിയതെന്നാണ് അൻവർ ചോദിക്കുന്നത്. നിരവധി വ്യവസായം ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. അവിടുത്തെ വ്യവസായങ്ങളൊക്കെ എവിടെ പോയി? ആകെ ഉണ്ടായിരുന്ന ഒരു സ്റ്റീൽ ഫാക്ടറി അത് വിറ്റഴിച്ചു ഒരു സ്വകാര്യ കമ്പനിക്ക്, കേരളത്തിന് പുറത്തുള്ള സ്വകാര്യ കമ്പനിക്ക് തുച്ഛമായ പൈസയ്ക്ക് വിറ്റഴിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുമാണ് കളം പിടിക്കാൻ വേണ്ടി അൻവർ തയ്യാറെടുക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെയും ബേപ്പൂർ കേന്ദ്രീകരിച്ച് പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അൻവർ ബേപ്പൂരിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഏതായാലും UDF ഔദ്യോഗികമായി ബേപ്പൂരിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന് PV അൻവറിന് ബേപ്പൂർ തന്നെയായിരിക്കും സീറ്റ് എന്നാണ് UDF നേതൃത്വം പറയുന്നത്. അൻവർ ബേപ്പൂരിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംസ്ഥാനം ശ്രദ്ധിക്കുന്ന വാശിയേറിയ മത്സരമായി ബേപ്പൂർ മാറുകയും ചെയ്യും. അവിടുത്തെ ചർച്ചകളും എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ കോഴിക്കോട് ജില്ലയിലെ തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ കൂടി അതിന്റെ ഊർജ്ജം കിട്ടുമെന്നാണ് UDF വിചാരിക്കുന്നത്. അൻവർ ബേപ്പൂരിൽ മത്സരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ചലനങ്ങൾ മറ്റ് മണ്ഡലം കൂടി ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് UDF കോഴിക്കോട് ജില്ലാ നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷികളും അൻവറിന് ഇതിനോടകം തന്നെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ലീഗിന്റെ മുതിർന്ന നേതാക്കളുടെ വീടുകളൊക്കെ തന്നെ അൻവർ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുകുമാർ, താങ്ക് യു. സിനോജാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ബേപ്പൂരിൽ PV അൻവർ വേഴ്സസ് മുഹമ്മദ് റിയാസിനെ കളമൊരുങ്ങുന്നു. തീപാറുന്ന പോരാട്ടമായിരിക്കും കേട്ടോ.